യം അഗ്നയേ നമ. എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൂലനക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. മൂലനക്ഷത്രത്തെ 4 പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാമത്തെ പാദം 240 ഡിഗ്രി മുതൽ 243 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. സ്വഭാവം അന്വേഷണം. അപ്പോൾ ഈ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കൊക്കെയും മൂലനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കൊരു അന്വേഷണ ബുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കും. അവർ അങ്ങനെയുള്ളതായ തൊഴിലുകളൊക്കെ ചെയ്യുക, പോലീസ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, ഡിറ്റക്റ്റീവ് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നതും പത്രപ്രവർത്തന മേഖലകളിലൊക്കെയും ജോലി ചെയ്യുന്നതുമൊക്കെ അവർക്ക് നല്ലതായിരിക്കും. അന്വേഷണം ഉള്ള ഒരു കാര്യമാണ്. രണ്ടാം പാദത്തിൽ പിറന്നവർക്ക് 243 ഡിഗ്രി മുതൽ 246 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഇവരുടെ സ്വഭാവം ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ മൂലനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ പിറന്ന ആളുകളെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. മൂന്നാം പാദം 246 ഡിഗ്രി മുതൽ 259 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. സ്വഭാവം ഭാവം ആണ് ഇവരുടെ ഒരു സ്വഭാവം. എല്ലാത്തിനും ഇവർക്കൊരു ഭാവം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയും ഈ ഭാവമൊക്കെ ഉണ്ടാകുന്ന മേഖലകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. സിനിമാ മേഖല, ആക്ടിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെയും തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഡാൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭാവങ്ങളെ ഉള്ളത് കൊണ്ട് അതൊക്കെ നല്ലതായിരിക്കും. നാലാം പാദത്തിൽ പിറന്നവർ 259 ഡിഗ്രി മുതൽ 253 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. സ്വഭാവം വികാരം. ഇവർക്ക് എല്ലാ കാര്യത്തിനോടും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാവും. ഒരു ചായ കുടിക്കാനായിട്ടൊക്കെ അവർക്കൊരു പ്രത്യേക ഒരു വികാരമായിരിക്കും. എല്ലാ കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവങ്ങളായിരിക്കും അവർക്ക്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും യമധർമ്മരാജനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലതാണ്. ഇവർക്ക് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. പിന്നെ ഈ നക്ഷത്രത്തിന് കേതു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ റേഡിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗണപതിയെ ആരാധിക്കുന്നതും ഇവർക്ക് നല്ലതാണ്. ചൊവ്വയുടെ ദോഷമുള്ള നക്ഷത്രമാണ് മൂലം. അതുകൊണ്ട് കഴിവതും ഇവർ 28 വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. ലേറ്റായിട്ട് വിവാഹം കഴിക്കുന്ന ഇവർക്ക് ഗുണമുണ്ടാവുക. പേരയ്ക്കയാണ് ഇതിൻ്റെ ഒരു ഫ്രൂട്ട്. അപ്പോൾ പേരയ്ക്കൊക്കെ കഴിക്കുന്നതും പേരയ്ക്ക ദാനം ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്. ശംഖുപുഷ്പം ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം കൊണ്ടൊക്കെ മാല കെട്ടി ഭഗവാന് ചാർത്തുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. നെയ്യഭിഷേകം കഴിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. പരിപ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പരിപ്പ് വട, പരിപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ, അല്ല സദ്യക്കൊക്കെ ആണെങ്കിലും പരിപ്പ് കറി വെച്ച് കൊടുക്കുക, ഇതൊക്കെ നല്ലതാണ്. പിന്നെ മാവ് ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ വലിയ മരങ്ങൾ, വൻമരങ്ങളൊക്കെ മൂലത്തിൻ്റെ റേഡിയേഷനാണ്. ഇവർ ഗണപതി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. പെൺപട്ടി ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. കടും പച്ച ഇവരുടെ കളറാണ്. അപ്പോൾ ഇവരുടെ വീടിനൊക്കെ ആണെങ്കിലും പച്ച കളർ അടിക്കുന്നതും പച്ച ഷർട്ട് ഇടുന്നതും ഒക്കെ ഇവർക്ക് നല്ലതാണ്. വടക്ക് പടിഞ്ഞാറ് ദിക്കാണ് ഇവരുടെ ദിക്ക്. അവിടെ തന്നെ എന്ത് കാര്യം ചെയ്യുന്നതിലും വടക്ക് പടിഞ്ഞാറ് ദിക്കിലോട്ട് നോക്കിയെന്ന് ചെയ്യുക.
ആ ദേശത്തൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ്. 9 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പിന്നെ ഈ നക്ഷത്രം ഒരു അസുരവർഗത്തിൽപ്പെട്ട ഒരു നക്ഷത്രം ആയതുകൊണ്ട് ഇവർക്കെപ്പോഴും ഒരു ആക്രമണ സ്വഭാവവും എടുത്തുചാട്ടവും ഒക്കെയുള്ള സ്വഭാവവും മുന്നും പിന്നും നോക്കാത്ത ഒരു സ്വഭാവമൊക്കെ ഇവർക്ക് കാണാറുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെടുന്ന ആളുകൾക്ക് തൻ്റെ ഇടം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയും ചില ആൾക്കാരൊക്കെയും ഗുണ്ടായിസം പോലെയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ ചൊവ്വ മൂലം നക്ഷത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ ഗുണ്ടകളോ ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലൊക്കെ ചെയ്യുന്നവരൊക്കെ ആകാൻ സാധ്യതകളുണ്ട്. അല്പം കള്ളത്തരമൊക്കെ കാണിക്കാനൊക്കെ ഇവർ മിടുക്കന്മാരായിരിക്കും. പിന്നെ ചെക്ക് ലീഫ് ഇതിൻ്റെ ഒരു റേഡിയേഷൻ അതുകൊണ്ട് തന്നെ ഇവർ ചെക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുകിൽ ഇവർ ചെക്ക് കൊടുത്ത് പറ്റിക്കും, അല്ലെങ്കിൽ ഇവരെ ചെക്ക് കൊടുത്ത് പറ്റിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെയും പറയാം. താക്കോല്, പൂട്ട് ഇതൊക്കെ എൻ്റെ റേഡിയേഷൻ ആയതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ പലപ്പോഴും ജയിലിൽ കിടക്കാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ മുറിക്കകത്ത് അകപ്പെടാനുള്ള സാധ്യതകളോ ഒറ്റപ്പെട്ട് കൂട്ടിപ്പെടാനുള്ള സാധ്യതകളോ ഒക്കെയുള്ള അനുഭവങ്ങൾ ഇവർക്ക് വരാം. ദുര്യോധനൻ്റെ നക്ഷത്രമാണെന്നാണ്. ദുര്യോധനനുമായിട്ട് ഈ നക്ഷത്രത്തിനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തുടയ്ക്ക് പ്രശ്നം ഉണ്ടാവും, കാലിൻ്റെ തുടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ പറയാം. പൊതുവെ ഈ നക്ഷത്രക്കാർ അച്ഛനുമായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ വഴിയിലുള്ള ആളുകളുമായിട്ടോ ഒക്കെ അത്ര ലോഹ്യമായിരിക്കാനായിട്ട് വഴിയില്ല. പിന്നെ ഈ ആഭരണ കടകളൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. വസ്ത്രക്കട, അച്ഛൻ്റെ ഒരു DNA ഇവർക്ക് കൂടുതലായി. അതുകൊണ്ട് തന്നെ അച്ഛനെ പോലെയൊക്കെ ഇവരിയ്ക്കും. അച്ഛനെ കണ്ടാൽ അതുകൊണ്ട് ഒരുപോലൊക്കെ ഇരിക്കും. പിന്നെ അന്യനാട്ടിലായിരിക്കും ഇവർ കൂടുതൽ ജോലി ചെയ്യാനുള്ള സാധ്യതകളുള്ളത്. അന്യനാട്ടിൽ പോയി ജോലി ചെയ്താൽ ഇവർക്ക് പദവിയിലേക്കൊക്കെ കയറി വരാനായിട്ട് പറ്റും. ദൂരയാത്ര പോകാനൊക്കെ താല്പര്യമൊക്കെ ഇവർക്കുള്ളതായിരിക്കും. ക്യാഷിയർ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവർക്ക് വളരെയേറെ ഗുണം കിട്ടും. ഗുരുവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഗുരുവിനെ അല്ലെ ഇവരുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ഇവർ ഭയങ്കര സ്നേഹവും ബഹുമാനമൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഗുരുഭക്തിയും മേലധികാരികളോടൊക്കെ ഇവർ ഭയങ്കരമായ രീതിയിൽ അറ്റാച്ച്ഡുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഇവർക്ക് മൊബൈൽ ഫോണിനോട് എപ്പോഴും ഒരു പ്രത്യേക ഒരു താല്പര്യം ഇവർക്കുണ്ടാവും. റേഡിയോ, ടയറ്, പെട്രോളിയം ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. സഞ്ജീവനി എന്ന് പറയുന്നൊരു മരുന്ന് ഇതിൻ്റെ ഒരു ബന്ധമുണ്ട്. നമ്മുടെ ശ്വാസവുമായിട്ട് ഈ നക്ഷത്രത്തിൻ്റെ ബന്ധമുണ്ട്. നീരാവി, കുറി ഇടുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രത്തിന് ബന്ധമുണ്ടാവും. ഇവർക്ക് സ്വത്തുക്കളൊക്കെ കിട്ടാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ഈശ്വരാധീനം ഇവർക്ക് പൊതുവേ ഉള്ള നക്ഷത്രക്കാരാണ്. ദൈവശക്തി ഉള്ള ആൾക്കാരാണ് ഇവർ. ഒരു പോസിറ്റീവ് എനർജി ഇവരിൽ എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഇവർ ജോലി സംബന്ധമായി ബന്ധപ്പെട്ട ഒന്ന് കയറി വന്നിട്ട് പെടുന്നതിനെ ഇവരെ താഴോട്ട് പോകുന്നൊരു സ്വഭാവമാണ്. പിന്നെ അവിടെ നിന്നും അവർ വളരെ ബുദ്ധിമുട്ടി മേളിലോട്ട് കയറി വരണം. അങ്ങനെയാണ് ഇവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. പൊതുവേ ഇവർ കുറേ അഭിമാനികളായിരിക്കും. കഴിവതും ആർട്ടിഫിഷ്യലിനെക്കാട്ടിലും ഇവർക്ക് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം. നമ്മുടെ പ്രാണവായു ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ സംഘം കൂടി നിൽക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും കുറച്ച് ഗ്യാങ് ഉണ്ടാവും, സംഘങ്ങൾ ഒക്കെ ഇവർക്കുണ്ടാവും. മണ്ണെണ്ണ ഇതിൻ്റെ റേഡിയേഷനാണ്. അതുപോലെ തന്നെ ഈ ക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ചിത്രവധം ചെയ്യുക എന്നൊക്കെ പറയും, ക്രൂശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷനാണ്. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ ഈ നക്ഷത്രത്തിൽപ്പെടുന്ന ആൾക്കാർക്കൊക്കെയും ഇവരോട് ഉപദ്രവിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവർ എന്താണ് പ്രതികരിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്ര രീതിയിൽ ഇവർ ഉപദ്രവിച്ച് കളയും. ഇരുമ്പ് പെട്ടി ഇതിൻ്റെ റേഡിയേഷനാണ്. പണ്ട് കാലത്തൊക്കെ ഇരുമ്പിൻ്റെ പെട്ടിയൊക്കെ വീടുകളിലൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. പിന്നെ പെട്ടെന്ന് നന്നാവുകയും
പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ്. കഴിവതും ഇവർക്ക് ഒരു പ്രത്യേകമായിട്ട് നന്ദി ഉണ്ടായിരിക്കും. ഇവരോട് എന്ത് ചെയ്യുന്നല്ലോ അവർക്ക് പ്രത്യുപകാരം ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. എന്നും അവരുടെ മനസ്സിൽ ആ ഒരു നന്ദി ഉണ്ടായിരിക്കും. പിന്നെ പൊതുവെ ശാപ സ്വഭാവമുള്ള നക്ഷത്രക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശപിക്കാനൊക്കെയുള്ളൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. വ്രതമെടുക്കാനൊക്കെ ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഇവർക്കുണ്ടാവും. എല്ലാ കാര്യത്തിനോടും ഒരു പ്രത്യേക ഭക്തിയും ഒക്കെ ഉണ്ടാകും. പാരമ്പര്യ ഗുണമൊക്കെ ഇവർക്ക് ഉണ്ടാവും. പിന്നെ പേഴ്സ്, ബെൽറ്റ്, ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ്. മിന്നൽ, ബാങ്ക്, സെക്യൂരിറ്റി, ബ്ലാക്ക് കാറ്റ്, ഇതൊക്കെ ഇവർക്ക് പറ്റുന്ന തൊഴിലുകളാണ്. സെക്യൂരിറ്റിയും ബാങ്ക് സംബന്ധമായിട്ടും പട്ടാളത്തിലുമൊക്കെ ഇവർക്ക് പ്രവർത്തിച്ച നല്ലതായിരിക്കും. പിന്നെ പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എഴുത്തുകുത്ത് മേഖലയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ മേഖലയിലൊക്കെ ഇവർ കുറച്ച് സഞ്ചരിക്കാനുള്ള ഇടയൊക്കെ ഉണ്ട്. പിന്നെ ഗണപതി, സരസ്വതി, ഹനുമാൻ, ഇവരെയൊക്കെ ഇവർ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഇവർക്ക് വിജയിക്കാൻ വേണ്ടി ഇവർ എന്തും ചെയ്യും. അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഇവരുടെ കഴിവതും മറ്റ് സ്ഥലത്ത് പോലും ജോലി ചെയ്യുന്നതായിരിക്കും ഇവർക്ക് കുറച്ചുകൂടെ ഗുണം. സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ദേശം വിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ കുറച്ച് ഗുണം ഉണ്ടാകാനായിട്ട് സാധ്യത. ഇവരുടെ ഫാമിലിയിൽ അമ്പലവുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബന്ധങ്ങളുണ്ടാവും. കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവരുടെ പാരമ്പര്യത്തിലോ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർ താമസിക്കുന്ന ഏരിയയിൽ എന്തെങ്കിലുമൊക്കെയുള്ള അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാവും. സ്കൂളോ അല്ലെങ്കിൽ മതപാഠശാലയോ ഡ്രൈവിംഗ് സ്കൂളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പഠിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിരന്തരമായ ശത്രുക്കളോ നിരന്തരമായ മിത്രങ്ങളോ ഉണ്ടായിരിക്കത്തില്ല. എപ്പോഴും ശത്രുക്കളും മിത്രങ്ങളും ഇവർക്ക് ഒരേപോലെ നിൽക്കത്തില്ല. ശത്രുതയുമില്ല, മിത്രതയുമില്ല. എന്നാൽ ശത്രുതയുണ്ട്, മിത്രങ്ങളുമുണ്ട് എന്ന നിലയിലായിരിക്കും ഇവരുടെ ഒരു പോക്ക്. ചെറുപ്പകാലത്ത് ഇവർക്ക് എരിവിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാവും. അത് സംബന്ധിച്ചുള്ള അസുഖങ്ങളും ഇവർക്ക് വരാൻ വഴിയുണ്ട്. വയറ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അൾസർ, പൈൽസ് സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വരാം. പിന്നെ തപസ് ചെയ്യാനൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാവും. ഉപാസന, മെഡിറ്റേഷൻ, ഇതിനൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക്. എല്ലാവരോടും വളരെ എളിമയോടുകൂടിയൊക്കെ ഇവർ സംസാരിക്കാനൊക്കെ വളരെ കഴിവൊക്കെ ഉണ്ടായിരിക്കും. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അത് അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് അവരതിന് മറുപടി കൊടുക്കത്തുള്ളൂ. ഉള്ള കാര്യം അവരുള്ളതുപോലെ തുറന്നു പറയും. ഇവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാനായിട്ടൊക്കെ പാടായിരിക്കും. കാരണം അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ അത്തരത്തിലുള്ള വർത്തമാനങ്ങളായിരിക്കും. തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറയുന്ന പോലെ ആയിരിക്കും ഇവരുടെ ഒരു സ്വഭാവം. പിന്നെ ഇവരുടെ ശരീരത്തിൽ പൊതുവെ തീപ്പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇവർക്ക് 2 കുടുംബക്ഷേത്രം ഉണ്ടാകും. ചില ആൾക്കാർക്കൊക്കെ കുടുംബക്ഷേത്രത്തിൽ കൺഫ്യൂഷനൊക്കെ ആവും. ഇവർ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മാറിയിട്ട് വേറെ ക്ഷേത്രമൊക്കെ വെച്ച് അങ്ങനെ ഒരു കുടുംബത്തിലൊക്കെ 2 കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കാപ്പി കുടിക്കുന്നതിനോടൊക്കെ ഒരു പ്രത്യേകം താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. വലിയ ആളുകളോടൊക്കെ ഇവർക്ക് ബന്ധങ്ങളുണ്ടാവും. ഉന്നത നിലയിലുള്ള ആൾക്കാരോടൊക്കെ ബന്ധപ്പെടാനും അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഇവർക്കുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർ ഭാവിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ വയറ് സംബന്ധമായിട്ടൊക്കെ ഇവർക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ആരെയും ഉപദേശിക്കാനായിട്ടൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവൊക്കെ ഉണ്ടായിരിക്കും. ഇവർ ഭയങ്കര കണക്ക് കൂട്ടാനൊക്കെ മിടുക്കരാണ്. ഭയങ്കര കാൽക്കുലേഷൻസ് ആയിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർക്ക് പ്രത്യേക ഒരു കണക്കൂട്ടുണ്ടാവും. ദേശത്തോടൊക്കെയും രാജ്യത്തോടൊക്കെ ഇവർക്ക് പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാളത്തിലൊക്കെ പോകുന്നതും പോലീസ് മേഖലയിലൊക്കെ പോകുന്നതും ഇവർ നല്ലതാണ്.
മറ്റുള്ളവർക്ക് എന്തും കൊടുക്കാനായിട്ട് ഇവർക്കൊരു മടിയും കാണത്തില്ല. മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നം അത് സ്വന്തം പ്രശ്നമായിട്ട് തലയിലേറ്റി വെക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവും. പിന്നെ ഇവർക്ക് ഉഷ്ണസംബന്ധമായിട്ടൊക്കെയുള്ളൊരു ശരീരമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വിയർക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇവർ കാണാറുണ്ട്. കാവിയുമായിട്ടൊക്കെ ഈ നക്ഷത്രത്തിനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയും അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ മേഖലയിലൊക്കെ ഇവർക്ക് പോകാനുള്ള സാധ്യതയുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എന്നാൽ അതിൽ പൂർണ്ണമായിട്ടൊന്നും അവർ നിൽക്കത്തുമില്ല. അധ്വാനിച്ചുയരാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. സ്നേഹിച്ചാൽ ഇവർ ആർക്കും എന്തും കൊടുക്കും. കഴിവതും ഇവർ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്വന്തം കാര്യം നോക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇവർക്ക് കഴിവതും നല്ലത്. അല്ലെങ്കിൽ ഇവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. പിന്നെ പ്രണയ വിവാഹം കഴിക്കാനൊക്കെ ഇവർക്ക് താല്പര്യം കാണും. ചില ആൾക്കാരൊക്കെ അങ്ങനെയും ചെയ്യാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവും. ഇവരുടെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇവരെ തേടി വരും. വലിയ ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഉന്നത നിലയിലായിരിക്കും ഇവരുടെ ചിന്താഗതികളൊക്കെ. കുരങ്ങുമായിട്ട് റേഡിയേഷൻ ഉള്ളതുകൊണ്ട് ഇവർ കുരങ്ങനൊക്കെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇവരുടെ ദോഷ റേഡിയേഷൻസ് മാറുന്നതിന് നല്ലതാണ്. വെള്ളച്ചാട്ടത്തോടൊക്കെ ഇവർക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും മുൻപന്തിയിലിരിക്കാനായിട്ട് ഇവർക്കൊരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ട്. ഒരു സിക്സ്ത് സെൻസ് ഇവർക്കുണ്ടാവും. മുൻകൂട്ടി കാര്യങ്ങളെയൊക്കെ ചിന്തിക്കാനൊക്കെ ഉള്ളൊരു കഴിവും ഒക്കെ ഉണ്ടാവും. ഇവർക്ക് ഭഗവതിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളിയെ വിശേഷിച്ചും ദേവിയെ ഭജിക്കുന്നതോടുകൂടി ഇവർക്ക് കുറേ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും അതിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെടാനും ഒക്കെ സാധിക്കും. പിന്നെ ഇവർ മൃഗങ്ങളെയൊക്കെ വളർത്താനായിട്ട് കൂടുതൽ താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും. അതും പ്രത്യേകമായിട്ടൊക്കെയുള്ള ചില മൃഗങ്ങൾ, സാധാരണ കാണുന്നതിനേക്കാട്ടിലും ഉപരിയായിട്ടൊക്കെയുള്ള ചില വ്യത്യസ്തമായ പക്ഷികളെയോ മൃഗങ്ങളെയോ ഒക്കെ വളർത്താനായിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടാകും. പിന്നെ സ്വത്ത് സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിലൊക്കെ ഇവർക്ക് സ്വത്തുക്കളൊക്കെ ലഭിക്കും. അഭിനയത്തോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും. എപ്പോഴും ഒരു ധീരന്മാരായിരിക്കും ഇവർ. ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവിട്ടം, പൂരുട്ടാതി, കാർത്തിക, ഉത്രം, മകയിരം, പുണർതം, ചിത്തിര, വിശാഖം. ഇതൊക്കെ ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. ഇവർ ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് പൂരാടം, ചതയം, ഉത്രട്ടാതി, രോഹിണി, അനിഴം, തിരുവാതിര, പൂയം, മകം, പൂരം, ചോതി, തൃക്കെട്ട. 2025 കാലഘട്ടം ഇവർ സൂക്ഷിക്കേണ്ടതാണ്. സ്ത്രീകൾ മുഖേനയൊക്കെയുള്ള ചില അപവാദ ഭയങ്ങളൊക്കെ ഇവർ കേൾക്കാൻ സാധ്യതയുണ്ട്. വീടുപരമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചെറിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഗുരുജനങ്ങളോ അല്ലെങ്കിൽ മുതിർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെയും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സാമ്പത്തിക മേഖലയിലൊക്കെ മുടങ്ങിക്കിടക്കുന്ന ചില ധനങ്ങളൊക്കെ ഇവരിലേക്ക് എത്തിച്ചേരും. പ്രധാനമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും പോലെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും 2025 കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നക്ഷത്രത്തെപ്പറ്റി പറയേണ്ടതായിട്ടുള്ളത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.